നമസ്കാരം. ഇന്ന് കങ്കാരു എന്ന ജീവിയുടെ ശാരീരിക പ്രത്യേകതകളെ പറ്റിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കങ്കാരുവിൻ്റെ ഉദരത്തിൽ ഒരു സഞ്ചിയുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. കുഞ്ഞുങ്ങളെ ഗർഭാശയത്തിൽ വളർത്തുകയും മുലയൂട്ടുകയും ചെയ്യുന്ന ജന്തുക്കൾക്കെല്ലാം ഗർഭസ്ഥ ശിശുവിനെ മാതൃശരീരവുമായി ബന്ധിപ്പിക്കുന്ന മറുപിള്ള പ്ലാസൻ്റ ഉണ്ട്. മറുപിള്ള മാതൃശരീരത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷണവും ഓക്സിജനും ഗർഭസ്ഥ ശിശുവിന് നൽകുന്നു. കങ്കാരു കുഞ്ഞിൻ്റെ ഭ്രൂണം വളരുന്നത് ഗർഭാശയത്തിനകത്താണ്. എന്നാൽ ഈ മൃഗത്തിന് മറുപിള്ളയില്ല. അതുകൊണ്ട് ഭ്രൂണത്തിൻ്റെ സമ്പ്രദാകാരം തീർന്നാൽ പിന്നെ അതിന് ഗർഭാശയത്തിൽ വളരാൻ സാധ്യമല്ല. അതുകൊണ്ട് പെൺകങ്കാരു വളർച്ചയെത്താത്ത കുഞ്ഞിനെയാണ് പ്രസവിക്കുന്നത്. ഒരു ടീസ്പൂണിൽ കൊള്ളാൻ മാത്രം വലിപ്പമുള്ള പൂർണ്ണ വളർച്ചയെത്താത്ത ശിശുവിന് ബാഹ്യലോകത്തിൽ ജീവിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് കങ്കാരുക്കളിൽ പിൻകാലുകൾക്കിടയിലായി ഒരു സഞ്ചി കണ്ടുവരുന്നു. പൂർണ്ണ വളർച്ചയെത്താത്ത ശിശു തള്ളക്കങ്കാരുവിൻ്റെ ഉദരത്തിലുള്ള സഞ്ചിയിൽ കയറിപ്പറ്റുകയും മാതാവിൻ്റെ മുലക്കാമ്പുകളിൽ വായ് ചേർത്ത് കിടക്കുകയും ചെയ്യുന്നു. മാതാവ് ശിശുവിൻ്റെ വായിലേക്ക് മുലപ്പാൽ പമ്പ് ചെയ്തു കൊടുക്കുന്നു. സഞ്ചരിക്കാനുള്ള ശേഷി നേടുന്നതോടെ കങ്കാരു കുഞ്ഞ് സഞ്ചിക്ക് വെളിയിൽ വരുന്നു. ഇതാണ് ആസ്ട്രേലിയയിൽ മാത്രം കാണുന്ന സഞ്ചിമൃഗമായ കങ്കാരുവിൻ്റെ വയറിൽ കാണപ്പെടുന്ന ഉദരത്തിൽ കാണുന്ന സഞ്ചിയുടെ ഉപയോഗവും അതിൻ്റെ കാരണവും. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.